കോടികൾ നികുതി വെട്ടിച്ച് സർക്കാരിനെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി ഒരാൾ ഒരു സംഘടന തുടങ്ങുന്നു. ജനങ്ങൾക്ക് ഗാന്ധിസം പഠിപ്പിച്ചു കൊടുക്കുന്നു. കണ്ണിൽ പൊടിയിടാൻ പല ആനുകൂല്യങ്ങളും നൽകുന്നു. അവസാനം താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പ് പിടിക്കപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ചേർന്ന് കൂടെ നിന്ന ജനങ്ങളെ ഒന്നാകെ ചതിക്കുന്നു. ഇത് കിറ്റെക്സ് മുതലാളി അല്ലെങ്കിൽ 2020 എന്ന പാർട്ടിയുടെ മുതലാളി സാബു ജേക്കബ് ചെയ്ത ചതിയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ രാഷ്ട്രീയക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് സാബു ജേക്കബാണ് എന്നുള്ളത്. രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ പൂർണ്ണമായി അരാഷ്ട്രീയവാദം പ്രചരിപ്പിച്ച് തൻ്റെ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ ഉപയോഗിച്ച ഒരു കോർപ്പറേറ്റ് മുതലാളി കേരളത്തിൻ്റെ മുന്നിൽ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഏതു മാലിന്യത്തിനും അഴുക്കിനും അടിഞ്ഞുകൂടാൻ കഴിയുന്നൊരു പാർട്ടി BJP ആണെന്നും അവിടെ നിന്ന് അതെല്ലാം വെളുപ്പിക്കുമെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയും ചെയ്യുന്നു BJP. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ സാബു ജേക്കബ് ഏറ്റവും വലിയ ജനവഞ്ചകനും വില്ലനും തന്നെയാണ്. ഇനി പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിൻ്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് ഗാർമെൻറ്റ്സിൽ GST ഓഡിറ്റിങ്ങിനിടെ കോടികളുടെ നികുതി വെട്ടിച്ചുള്ള നിയമലംഘനമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2018 മുതൽ 22 വരെയുള്ള കാലയളവിൽ 6,12,00,000 രൂപയാണ് കിറ്റെക്സ് കമ്പനി വെട്ടിച്ചത്. എന്നാൽ സാബു ജേക്കബ് അതിലേക്കായി അടച്ചത് വെറും 88,000 രൂപ മാത്രം. GST പണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം തുടരുന്നു. കിറ്റെക്സ് കമ്പനിയുടെ രണ്ടാമത്തെ നിയമലംഘനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് രാഷ്ട്രീയം എന്ന പേരിൽ ജനങ്ങളെ സേവിക്കുന്നു എന്ന പേരിൽ നടത്തുന്നത് മുഴുവനും നിയമലംഘനങ്ങൾ മാത്രമാണ്. കിറ്റെക്സ് കമ്പനി നിക്ഷേപകരെ പറ്റിച്ചതിന് സെബി പിഴ ചുമത്തിയതിൻ്റെയും തുക അടച്ചതിൻ്റെയും രേഖകൾ വേറെയും പുറത്തു വന്നു കഴിഞ്ഞു. അതായത് തട്ടിപ്പിൻ്റെ ആശാനാണ് സാബു ജേക്കബ് എന്ന് അയാളുടെ കമ്പനിക്കെതിരെ നിക്ഷേപകർ നൽകിയ പരാതിയെ തുടർന്നാണ് സെബി നടപടിയെടുത്തത്. അതുപ്രകാരം കഴിഞ്ഞ ജനുവരിയിൽ 11 ലക്ഷം രൂപയാണ് കിറ്റെക്സ് കമ്പനി പിഴ അടച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇതാ 6.5 കോടി രൂപ തട്ടിച്ചത് കയ്യോടെ പൊക്കി ED നോട്ടീസ് നൽകി വീട്ടിൽ കയറി പൊക്കിയെടുത്ത് അകത്തിടുമെന്ന് ഉറപ്പായപ്പോഴാണ് 2020 എന്ന തട്ടിക്കൂട്ട് സംവിധാനം NDAയിലേക്ക് ചേക്കേറിയത്. 100% അകത്താകുമെന്നും അതോടെ തീരുമെന്നും ഉറപ്പാക്കി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് BJP മുന്നണിയിൽ സാബു ജേക്കബ് അഭയം പ്രാപിച്ചത്. ഇതോടെ സാബു ജേക്കബ് എന്ന നേതാവ് കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിലെ അഭിനവ യുദാസായി മാറുകയാണ്. ഇതുവരെ ചതിയെറിയാതെ കൂടെ നിന്നവർ എല്ലാവരും ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകുകയാണ്. കൂടെ നിന്നവരെ ഇങ്ങനെ പണയം വെച്ച് രാഷ്ട്രീയം കളിച്ചവന് കേരളം കൽപ്പിക്കാൻ പോകുന്നത് പുല്ലുവിലയാണ് എന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിയാൻ പോകുന്നു.